നമസ്കാരം. സൂപ്പർ പ്രൈം ടൈം ഇന്ന് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, സ്വാഭാവികമായി നമുക്ക് സ്റ്റുഡിയോ മുറികൾക്കകത്ത് ഇരിക്കാൻ പറ്റില്ല. നാടിന്റെ സ്പന്ദനങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വിഷയങ്ങളിൽ ഒന്നായി മാറുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അഴി എണ്ണാൻ തുടങ്ങിയിട്ടും പത്മകുമാറിനെ CPM കൈവിടാത്തത് എന്തുകൊണ്ടാണ്? ഈ നിമിഷം വരെ പാർട്ടി പദവികളിൽ നിന്ന് പത്മകുമാറിനെ നീക്കുകയോ അച്ചടക്ക നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. പാർട്ടിയുടെ നോമിനിയായി ഈ പദവിയിൽ എത്തിയ ആൾ തെറ്റ് ചെയ്തു എന്ന് സർക്കാരിന്റെ അന്വേഷണ സംഘം SIT കണ്ടെത്തിയിട്ടും അത് കൃത്യമായി റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് CPMന് ഇക്കാര്യത്തിൽ ബോധ്യം വരാത്തത്? പത്മകുമാറിനെ സംരക്ഷിക്കുകയാണോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ TK രാജഗോപാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനും CPM സഹയാത്രികനുമാണ് അദ്ദേഹം, ശ്രീ VR അനൂപ് കോൺഗ്രസ്, ശ്രീ ശ്യാംരാജ് BJP എന്നിവർ. ആദ്യം ശ്രീ ജയചന്ദ്രൻ, പത്മകുമാർ എന്താണ് ചെയ്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ എന്നുള്ളത് SITയുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഇപ്പോൾ പൊതുമണ്ഡലത്തിന്റെ മുൻപിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കാനുള്ള സാഹചര്യം തന്നെയും പത്മകുമാറിന് ഇല്ല എന്നിരിക്കെ CPM എന്തിനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? ഇതില് ഈ കേസിൽ CPM പത്മകുമാറിനെയോ മറ്റേതെങ്കിലും വ്യക്തികളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ദുരാരോപണമായിട്ട് പ്രാഥമികമായി തന്നെ പറയാൻ കഴിയും. കാരണം ഇപ്പോ ഈ ഗോവിന്ദമാഷ് പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, ശബരിമല കേസിൽ പ്രത്യേകിച്ചും ഒരു തരി സ്വർണ്ണമെങ്കിൽ അയ്യപ്പൻ്റെ എടുത്തിട്ടുള്ള ആരാണെങ്കിലും ശരി, അവർ കുറ്റക്കാരെന്ന് കണ്ടാൽ നിയമത്തിൽ അങ്ങനെ തെളിഞ്ഞാൽ ആ പാർട്ടിയിൽ ഏത് പദവി വഹിക്കുന്നതാണെങ്കിലും ശരി, അവർ കർശനമായും അവർക്കെതിരെ വേണ്ട നിയമാനുസൃതമായ സംഘടനാപരമായ ചോദ്യം. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, കുറ്റപത്രം കൊടുത്ത് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി കഴിഞ്ഞ് ആ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്കൊടുവിൽ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറയുമ്പോൾ ഇപ്പോ ആസ് ഓഫ് നൗ അയാൾ കുറ്റക്കാരനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല എന്ന് തന്നെയാണല്ലോ പൊതുസമൂഹത്തോട് പറയുന്നത്. നിസ്സംശയം അത് തന്നെയാണ് പറയുന്നത്. എന്തിനാണ് തർക്കിക്കുന്നത്? എന്തിനാണ്? കുറ്റാരോപിതൻ മാത്രമാണ്, അദ്ദേഹം ഇപ്പോൾ കുറ്റവാളിയല്ല എന്ന് തന്നെയാണ്. അത് പരോക്ഷമായി പറയുന്നത്, പ്രത്യക്ഷത്തിലുള്ള നിലപാട് ഇത് തന്നെയാണ് CPMന്റെ. പിന്നെ ഇന്ന് മറ്റു പലരും മാതൃഭൂമി അടക്കം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണല്ലോ പുതിയ ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. ഈ ചർച്ചയിൽ ആ ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ കരുതണമല്ലോ. അതുകൊണ്ട് അതോടെ ചേർത്തെന്ന് പറയാണ് അഭിലാഷേ. ഇന്ന് പത്തനംതിട്ടയിൽ CPMന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല. അങ്ങനെ യോഗമല്ല അവിടെ ഗോവിന്ദമാഷ് പങ്കെടുത്ത് നടന്നത്. അത് തെരഞ്ഞെടുപ്പ് യോഗമായിരുന്നു, തെരഞ്ഞെടുപ്പ് അവലോകന യോഗം കൂടെയായിരുന്നു നടന്നത്. അങ്ങനെ പറയാൻ കാര്യം 35 അംഗ ജില്ലാ സമിതിയാണ് പത്തനംതിട്ടയിൽ CPMനുള്ളത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം 35 പേര്. എന്നാൽ ആ 35 പേരെ കൂടാതെ ഈ ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത 5 ഏരിയ സെക്രട്ടറിമാരും കൂടെ ഉണ്ടായിരുന്നു ആ യോഗത്തിൽ. അതായത് തിരുവല്ല, എഴുമറ്റൂര്, പന്തളം, പെരുന്നാട്, റാന്നി എന്നീ ഏരിയ കമ്മിറ്റികളുടെ സെക്രട്ടറിമാർ നടപടി എടുക്കാത്തത് എന്ത് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക യോഗം ചേർന്ന് നടപടി എടുക്കണം എന്നും ആവശ്യപ്പെടുന്നില്ല. എന്റെ സംശയം ഇത്രയേ ഉള്ളൂ, സ്വർണ്ണക്കൊള്ളക്കേസിൽ അഴിയെണ്ണുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും CPMന്റെ ചുമതലകളിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ് ചോദ്യം. ഇന്ന് നടപടിയെടുത്തോ? ഇന്നത്തെ യോഗത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? ഇന്നത്തെ തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നു? ഇങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ അതിന്റെ ഉത്തരത്തിന്. അല്ല, അത് പറയണം. കാരണം ഇവിടെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നു, ഇന്ന് മുഴുവൻ ചർച്ച ചെയ്തതും ആ ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ടാണ് ഞാൻ താങ്കളത് ചോദിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ആ വിഷയം പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മുഴുവനും പകൽ മുഴുവനും നടന്ന ആ പ്രശ്നമായിരുന്നല്ലോ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം. അതേസമയം താങ്കളിപ്പോൾ ചോദിച്ചതുപോലെ തന്നെ അതും ആവർത്തിച്ച് ഉയരുന്ന ചോദ്യമാണല്ലോ. CPMന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ, പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കുറ്റാരോപിതനായ ഒരാളിനെ ഈ ഘട്ടത്തിൽ പാർട്ടി നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതേസമയം നിയമം അയാളെ കുറ്റവാളി എന്ന് വിധിക്കുകയാണെന്നുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകും. അത് പത്മകുമാറിന്റെ കാര്യത്തിലാണെങ്കിലും ഉണ്ടാവും, മറ്റാരുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ടാവും എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നടപടി CPM ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് അത് മുഖം രക്ഷിക്കാനല്ലേ? അത് മുഖം രക്ഷിക്കാനാണ്. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് നാളെ CPM ജില്ലാ കമ്മിറ്റി യോഗം കൂടുമ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി പത്മകുമാറിനെ ഒരു സസ്പെൻഷനെങ്കിലും കൊടുക്കുമെന്നുള്ളതായിരുന്നല്ലോ.
ഇന്ന് പറയുന്ന വ്യാഖ്യാനം വരുന്നത് അങ്ങനെ ചെയ്താൽ മറ്റാരുടെയൊക്കെ മുഖം നഷ്ടപ്പെടുമെന്നും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ന് അങ്ങനെ ചെയ്യാതിരുന്നതാണ് പുതിയ വ്യാഖ്യാനം വരുന്നത്. ഇത് തരാൻ യെസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. സാങ്കേതിക തകരാറുണ്ട്. ശ്രീ വി ആർ അനൂപ്, ഈ CPM-നെ സംബന്ധിച്ച് ഞങ്ങൾ നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം നടപടിയെടുക്കും എന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചത്. കുറ്റപത്രം കൊടുക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൈം ബൈ ചെയ്യുകയാണോ, അതോ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ എന്ന സമീപനം എടുക്കുകയാണോ? എന്താണ് കോൺഗ്രസിന് തോന്നുന്നത്? അഭിലാഷേ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം മുതലേ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ. ആദ്യം ഇവരെന്താ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് കക്കില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് കക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. പിന്നെ ഇത്ര അന്വേഷണം പോയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ടല്ലേ ഇത് സാധ്യമായത്, ഇത്തരം ഒരു അന്വേഷണം. യഥാർത്ഥത്തിൽ എന്താ, കോടതിയുടെ ഇടപെടലുണ്ടായി ഒരു അന്വേഷണം അനിവാര്യമായി തീർന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും CPM എന്ന രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ടെന്നേ. ഇവരാദ്യം പറഞ്ഞത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങുന്നതും ഒടുങ്ങുന്നതുമായൊരു പ്രശ്നം എന്നുള്ള നിലയിലാണ് CPM ഇതിനെ സ്വീകരിച്ചത്. ഞങ്ങൾ അന്ന് പറഞ്ഞു ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്താൻ സാധ്യമല്ല, അതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്, അതിന് ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട്. പിന്നീട് വാസു പിടിക്കപ്പെട്ടു. വാസു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നതല്ല. അദ്ദേഹം CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. പക്ഷെ അപ്പോഴും വാസു ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞു നിൽക്കുകയാണ് ഈ പാർട്ടി. പിന്നെയാണ് ഈ പത്മകുമാറിലേക്ക് വരുന്നത്. പത്മകുമാറിൽ തട്ടി ഇവരുടെ എല്ലാ ഡിഫൻസും തകർന്നു പോവുകയാണെന്നേ. പത്മകുമാർ ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ കഴിയില്ല. പത്മകുമാർ എന്ന് പറയുന്നത് പാർട്ടിയാണ്, പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന് മാത്രമല്ല പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചരിത്രം CPM-നകത്ത് ഉൾപാർട്ടി ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും പിണറായിക്കൊപ്പം നിന്ന ആദ്യം മുതലേ പിണറായിയുടെ വിശ്വസ്തനായിരുന്ന ആളാണ്. ഇപ്പം ഇവിടെ പത്മകുമാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലേ. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തതല്ല, എനിക്ക് ദൈവതുല്യനായ ഒരാൾ പറഞ്ഞ് ചെയ്ത കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉന്നതരായ CPM നേതാക്കന്മാർ തൊട്ട് സാധാരണ CPM പ്രവർത്തകർക്ക് വരെ അന്നദാതാവായ ദൈവം എന്ന് പറയുന്നത് ആരാ? അത് പിണറായി വിജയനല്ലേ. ഇവിടെ കൃത്യമായി കേവലം പത്മകുമാറിൽ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി. പത്മകുമാറിനെ പുറത്താക്കിയാൽ പത്മകുമാർ പലതും പറയും. പത്മകുമാർ എന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഇടപെടലുകൾ നടത്താൻ കഴിയില്ലെന്ന് ആർക്കും അറിയാത്തത്? ഇവിടെ കൃത്യമല്ലേ അയ്യപ്പനെ മുൻനിർത്തിയുള്ള വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇത് കേവലം ഇപ്പോൾ നടന്നിരിക്കുന്നതല്ലോ, കുറച്ച് കാലങ്ങളായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ക്ലൈമാക്സ് ആണ് നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടത്. ഇവരെന്താ പറഞ്ഞത്? അയ്യപ്പനെ ആഗോള തലത്തിൽ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്നതെന്നാ. അയ്യപ്പൻ അഭിലാഷ ആരുടെയെങ്കിലും ബ്രാൻഡിങ്ങിന്റെ ആവശ്യമുണ്ടോ? അയ്യപ്പനും വാവരും ഒക്കെ ഇവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ സാംസ്കാരിക പരിസരത്തിന്റെ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടാവും, സ്വാഭാവികം. ശരി, ഞാൻ അനൂപിലേക്ക് മടങ്ങിയെത്താം. ശ്രീ രാജഗോപാൽ, എന്തുകൊണ്ടായിരിക്കും പൊതുജന രോഷം ഉണ്ടായിട്ടും പൊതുജന അഭിപ്രായം എതിരായിട്ടും എന്തുകൊണ്ടായിരിക്കും പത്മകുമാറിനെതിരെ ഇപ്പോൾ ഒരു നടപടി എടുക്കാൻ CPM വിസമ്മതിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെയുള്ള നടപടികളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, പക്ഷേ അത് ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഇനി SIT-യുടെ അന്വേഷണം ഇതിനും മുകളിലേക്ക് പോയാൽ, SIT വീണ്ടും ആളുകളെ ചൂണ്ടിക്കാണിച്ചാൽ അപ്പോഴും നടപടി എടുക്കേണ്ടി വരും, അപ്പോൾ പ്രതിരോധത്തിലാവും. ഇങ്ങനെ ഒരു ഭയാശങ്കയായിരിക്കുമോ? അതോ ഇവിടെ ഗോവിന്ദൻ മാഷ് സാങ്കേതികമായി വിശദീകരിക്കുന്നത് പോലെ കുറ്റപത്രം കൊടുത്തിട്ടില്ലല്ലോ, ആ ഘട്ടത്തിൽ കുറ്റവാളിയാണെന്ന് തെളിയുമ്പോൾ നടപടി എടുക്കാമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണോ? അഭിലാഷേ, അത് ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് പറയുന്നുണ്ടത് കേട്ടോ. ആദ്യം പറഞ്ഞു പിന്നെ കുറ്റപത്രം കൊടുക്കട്ടെ, കുറ്റവാളിയാന്ന് തെളിയട്ടെ, കോടതി തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് പത്തനംതിട്ട കമ്മിറ്റി കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പാർട്ടി ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനാൽ പാർട്ടി ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആരെയും പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കുകയില്ല, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോൾ പാർട്ടി ചുമതല ഏൽപ്പിച്ച ആളാരാണ് ഇവിടെ? വാസുവല്ലല്ലോ, വാസുവല്ല പത്മകുമാർ തന്നെയാണ്. പത്മകുമാറിൻ്റെ കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പിന്നെ അത് എപ്പോൾ നടപടിയെടുക്കുമെന്നുള്ളതാണ്. എപ്പോൾ നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ കുറച്ച് താമസം വന്നേക്കും. എന്തായാലും പാർട്ടിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. പത്മകുമാർ തെറ്റുകാരനാണെന്നുള്ളത്, അല്ലെങ്കിൽ പാർട്ടി നയങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിച്ചതെന്ന് പാർട്ടി സെക്രട്ടറിക്ക് ബോധ്യമായിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പിന്നെ ഇന്ന് ചേർന്നത് കമ്മിറ്റി, ജയചന്ദ്രൻ
പറഞ്ഞില്ല അദ്ദേഹം ഒരു പിന്നെ പ്രവർത്തകനായിരുന്നു. അല്ല, പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം ശരിയാണ്. എങ്ങനെ നടപടി എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വ്യവസ്ഥാപിതമായ രീതികളുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയത്ത് പത്മകുമാർ അഴിയെണ്ണുന്നു, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ പരമാവധി അതിൽ നിന്ന് അകലം പാലിക്കുക, എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ന സമീപനമല്ലേ സാധാരണഗതിയിൽ എടുക്കൂ. അതെ, അതിനകത്തിലെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്തിൽ. പത്മകുമാറിൻ്റെ കാര്യത്തിൽ പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ പാർട്ടിയുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിന് 68 വയസ്സ് 69 വയസ്സുണ്ട്. അതായത് ഗോവിന്ദൻ മാഷുമായിട്ട് ഏതാണ്ട് 3-4 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവർ തമ്മിൽ. പാർട്ടിയിലെ പ്രവർത്തന പാരമ്പര്യവും അത് തന്നെയാണ്. ഒരു പക്ഷെങ്കിൽ ഗോവിന്ദൻ മാഷ് അവിടെ പിന്നെ കണ്ണൂർ ജില്ലയിൽ എന്തായിരുന്നോ അതേ ഒരു പിന്നെ പ്രവർത്തന പാരമ്പര്യം പത്മകുമാറിന് പത്തനംതിട്ടയിലുണ്ട്, അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ പാർട്ടി പരിഗണിക്കേണ്ടി വരും. ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലേ, കൃത്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പാർട്ടിയുടെ നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടും കൂടെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ വരെ എത്തി. പത്മകുമാറും ഒരു പക്ഷെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോ വരെ വരാൻ പറ്റിയില്ലെങ്കിലും പാർട്ടിയുടെ സമുന്നതമായ പദവികളിലൊക്കെ എത്താമായിരുന്ന വലിയ നേതാവാണ് പത്മകുമാർ. എനിക്ക് തോന്നുന്നത് അതായിരിക്കും. പാർട്ടിക്ക് ഒരു പക്ഷെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കയുമുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കാരണം മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പത്മകുമാർ ഇനി എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കത്തില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് സ്വയം രക്ഷപ്പെട്ടെങ്കിലേ പറ്റുകയുള്ളൂ. ഇപ്പം നാളെ SIT അദ്ദേഹത്തെ കസ്റ്റഡി വാങ്ങിക്കും. പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലൊന്നും ആയിട്ടില്ലല്ലോ, വളരെ പ്രാഥമികമായ ചോദ്യങ്ങൾ മാത്രമേ ഇതുവരെ അദ്ദേഹം നേരിട്ടിട്ടുള്ളൂ. പക്ഷേ അതേപോലെ തന്നെയല്ല, നാളെ കസ്റ്റഡി വാങ്ങിച്ചു കഴിഞ്ഞാൽ പത്മകുമാറിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. അദ്ദേഹം ആദ്യം തന്നെ പല കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒരു കത്ത് ഇവിടുന്നോ കറങ്ങി തിരിഞ്ഞ് ദേവസ്വം ബോർഡ് ഓഫീസിൽ വന്നെന്നാണ് പറയുന്നത്. ഈ കത്ത് ആരെഴുതിയതാണ്, എവിടുന്ന് വന്നതാണ് എന്നുള്ളതിനെക്കുറിച്ച് പുറത്തൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പത്രവാർത്തകളോ ചാനൽ വാർത്തകളോ മാത്രമേ നമുക്കറിവുള്ളൂ. ഈ കത്താണ് ഇപ്പോൾ പ്രശ്നമാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷെങ്കിൽ പത്മകുമാർ നാളെ പറയുമായിരിക്കാം. SITയുടെ വെളിപ്പെടുത്താതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ഈ കത്ത്, ഇങ്ങനൊരു കത്തുണ്ടോ, അല്ലെ ആ കത്ത് എവിടുന്ന് വന്നു, ഏത് മന്ത്രി ഓഫീസിൽ നിന്ന് വന്നു, ഇനി മന്ത്രി ഓഫീസിലല്ല തിരുവനന്തപുരത്തെ മറ്റേതെങ്കിലും വിലാസത്തിൽ നിന്നാണോ ഈ കത്ത് വന്നത്, അത്തരം കാര്യങ്ങളൊക്കെ പത്മകുമാർ തുറന്നു പറയുന്ന കാര്യത്തിൽ പത്മകുമാർ ഒരു മടിയുമില്ല. അത്തരം കാര്യങ്ങൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സീനിയോറിറ്റി പ്രകാരം 1995 DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആകേണ്ട ആളാണ് പത്മകുമാർ. ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ അതിനിടയ്ക്കാണ് ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളും കേസുകളൊക്കെ വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പാലക്കാട്ടു നിന്നുള്ള വിജയരാഘവന് സ്ഥാനം കിട്ടിയത്. അപ്പോൾ അത്ര വളരെ സീനിയോറിറ്റി ഉണ്ട്. അതുപോലെ രാജീവ് എബ്രാഹിമിനെ നോക്കുക, പാർട്ടി സെക്രട്ടറി 4-5 തവണ അവിടെ നിന്ന് MLA ആയെങ്കിലും പത്മകുമാറിൻ്റെ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ രാജീവ് എബ്രാഹിം അതിൽ താഴെയാണ്. അതുപോലെ ഒരു മന്ത്രിയുണ്ടല്ലോ, പത്തനംതിട്ടയിൽ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി ഒരു പക്ഷേങ്കിൽ പത്മകുമാർ SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് അവരെ ജനിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്ക് അവരുടെ ബയോഡേറ്റ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ജനിച്ചിട്ടുണ്ടോയെന്ന് പോലും കാര്യം സംശയമാണ്. അപ്പോൾ അത്തരം പാരമ്പര്യവും സീനിയോറിറ്റിയുള്ളൊരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ തൊടുമ്പോൾ പത്മകുമാറിനോട് താല്പര്യമുള്ള ധാരാളം പ്രവർത്തകരുണ്ട് അവിടെ. അത് പറഞ്ഞല്ലോ, ശക്തമായ ഗ്രൂപ്പിസം, മുമ്പ് അനൂപ് സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പിസം നിലനിന്നൊരു ജില്ലയാണത്. ആ സമയത്ത് തീർച്ചയായിട്ടും ഘടകങ്ങളുണ്ട്. പത്തനംതിട്ടയെ സംബന്ധിച്ച് പത്മകുമാർ പ്രധാനപ്പെട്ട നേതാവാണ്. തൊണ്ണൂറുകളിൽ തന്നെ MLA ആയ ആളാണ്. അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ ആ പ്രസ്ഥാനത്തിനുള്ള പ്രാമുഖ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലാണ്, ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രശ്നം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ശ്യാംരാജ്, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഇത് ചെയ്തോ എന്ന് ചോദിച്ചാൽ അന്തിമമായ ഉത്തരങ്ങൾ നിശ്ചയമായും SITയുടെ അന്വേഷണത്തിന് ശേഷം നമുക്ക് നീതിപീഠത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. പക്ഷേ ചില കാര്യങ്ങൾ വളരെ വസ്തുതയാണ്. ബോർഡിന്റെ യോഗത്തിൽ സ്വന്തം കൈപ്പടയിൽ പിത്തള എന്ന് വെട്ടി ചെമ്പ് എന്ന് എഴുതി ചേർത്തത് പത്മകുമാറാണ്. അത് അവിതർക്കിതമായ കാര്യമാണ്. അത് പത്മകുമാറിന്റെ താല്പര്യമായിരുന്നുവെന്ന് ഇതര ബോർഡ് അംഗങ്ങൾക്ക് 2 പേർക്കും ഉറപ്പുണ്ട്. അതും അവിതർക്കിതമാണ്. അപ്പോൾ ഈ ചെമ്പാക്കൽ പ്രക്രിയയുടെ തുടക്കം പത്മകുമാറിൽ നിന്നായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി അദ്ദേഹത്തിൽ അതാരെങ്കിലും നിർദ്ദേശിച്ചത് പ്രകാരമാണോ അല്ലെങ്കിൽ അതിൽ നിക്ഷിപ്തമാക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അന്വേഷണം പൂർത്തീകരിച്ചാലേ അറിയാൻ കഴിയൂ. പക്ഷേ ഇതിലൊരു ഉപകരണമായിട്ടുണ്ട് പത്മകുമാർ എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ പത്മകുമാറിനെ ഷീൽഡ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ CPM-ന്? അഭിലാഷേ, ഈ പത്മകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവൊക്കെ ആയിരിക്കാം, വലിയ സംഭവമായിരിക്കാം. പക്ഷെ അതിന് നമുക്കെന്താ? കേരള ജനതയ്ക്ക് എന്താ? ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് എന്താ?
ഈ നാട്ടിലെ ശബരിമല ഭക്തരെ സംബന്ധിച്ചിടത്തോളം, കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒരു കള്ളനാണ് പത്മകുമാർ. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റുള്ളതെല്ലാം അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിലേക്ക് നമ്മൾ ഇടപെടുന്നേയില്ല. ഇവിടെ ശബരിമലയിൽ CPM-ന്റെ അവരുടെ പരിഗണന എന്തെന്ന് നമുക്ക് വ്യക്തമല്ല അഭിലാഷ്. ഇപ്പൊ ഇന്നൊക്കെ ആയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. N. വാസുവിന് കൈവിലങ്ങ് വെച്ചിട്ടുള്ള പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത ചട്ടവിരുദ്ധമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ചട്ടവിരുദ്ധവും ചട്ടാനുകൂലവും എന്താ? ഇവിടെ പത്മകുമാർ വന്നിട്ട് സ്വന്തം കൈപ്പടയിൽ ശബരിമലയിൽ അദ്ദേഹത്തിന് അറിയാവുന്ന സ്വർണം, ആ സ്വർണം ചെമ്പാണെന്ന് മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ എഴുതുന്നതിന് ഇവർക്ക് പ്രശ്നമില്ല, അത് ചട്ടവിരുദ്ധമല്ല. ആ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് N. വാസു വന്നിട്ട് അത് ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചട്ടവിരുദ്ധമല്ല. മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ഗജ ഫ്രോഡ് ശബരിമലയിൽ തോന്നുന്ന സമയത്ത് കയറുകയും തോന്നുന്ന സമയത്ത് ഇറങ്ങുകയും ചെയ്ത് ഈ പത്മകുമാറിനെ പോലെയുള്ള ആളുകളുടെ വീടുകളിൽ കയറി ഇറങ്ങി അവരുമായിട്ട് സാമ്പത്തിക ഇടപാടും റിയൽ എസ്റ്റേറ്റ് ഇടപാടും ബിനാമി ഇടപാടും നടത്തുന്നവർക്ക് ചട്ടവിരുദ്ധമല്ല. ശബരിമലയിലെ മുഴുവൻ സ്വർണത്തെ കുറിച്ചിട്ട് ഒരറിവുമില്ലെങ്കിലും അത് മൊത്തം കട്ടെടുത്തുകൊണ്ട് പോയാലും ഇനി ഇവിടെ ഇരിക്കുന്ന സ്വർണം യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ എല്ലാവിധ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ചെന്നൈക്ക് കൊണ്ടുപോയി അവിടെ ഉരുക്കിയെടുത്താലും ഇവർക്ക് ചട്ടവിരുദ്ധമല്ല. ഇവർക്ക് ചട്ടവിരുദ്ധം എന്താ? കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരള സർക്കാരിന് ചട്ടവിരുദ്ധം എന്താ? ഇതെല്ലാം ചെയ്ത, ഇതിനെല്ലാം കൂട്ടുനിന്ന N. വാസു എന്ന് പറയുന്ന പെരുങ്കള്ളനെ കൊള്ളക്കാരന്റെ കൈകളിൽ വിലങ്ങണിയിച്ചാണ് ഇവർക്ക് ചട്ടവിരുദ്ധം. അപ്പൊ ഇവർ ആർക്കൊപ്പം നിൽക്കുന്നത്? ഇവരുടെ താല്പര്യം ആർക്ക് വേണ്ടിയിട്ടാ? ഇവരെന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്മകുമാറിന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർക്കും യാതൊരു താല്പര്യമില്ലെന്നേ. അവർക്ക് അവിടുത്തെ സ്വത്ത് മാത്രമാണ് താല്പര്യം. ഇനി പത്മകുമാറിനെതിരെ നടപടിയെടുത്ത എന്താ സംഭവിക്കുക? പത്മകുമാറിനെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും പുറത്തു വരുന്നേ. അതിനകത്ത് പേടിച്ചിട്ടാണ് ഒരു നടപടി എടുക്കാത്തത്. പത്മകുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്താ പറഞ്ഞതറിയോ? ഞാൻ മാത്രമായിട്ട്, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമായിട്ട് വിചാരിച്ചാൽ ഈ കൊള്ള നടക്കില്ലല്ലോ. അപ്പൊ അന്നേ അദ്ദേഹം നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞ കൊള്ള നടന്നിട്ടില്ലെന്നല്ല, ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കൂലെന്ന എന്ന് പറഞ്ഞാൽ അതിനു മുകളിലുള്ള ബോസുമാർ ആരൊക്കെയോ ഇതിനകത്ത് വിചാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്ക്, പത്മകുമാറും N. വാസുവും തമ്മിൽ നല്ല ബന്ധത്തിലല്ലായിരുന്നു ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നിട്ടും ഒരാളെ പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റും ഒരാളെ കമ്മീഷണറുമായിട്ട് വെക്കുമ്പോൾ ഇവരെ തമ്മിൽ കൂട്ടിയിണക്കിയ കണ്ണി ഏതായിരുന്നു? ഇവരുടെ ബോസ് ആരായിരുന്നു? ആര് പറയുന്ന അനുസരിച്ചിട്ടായിരുന്നു ഇവർ ഇരുവരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഇവർ കണ്ട കീരിമ്പമ്പ് പോലെയാണെന്നാണ് പുറത്ത് നമുക്ക് വരുന്ന വിവരങ്ങൾ. അപ്പൊ ഇവരെ കൂട്ടിയിണക്കിയതാരാണ്? ഇവരെ കൺട്രോൾ ചെയ്താരാണ്? ഇവർക്കൊരു ബോസ് ഉണ്ടെന്നേ. അതാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഈ കൺകണ്ട ദൈവങ്ങളും കാണാത്ത ദൈവങ്ങളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. അത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനുണ്ട്, അവസാന പിണറായി വിജയൻ വരെ ഉണ്ടെന്ന്. അതിനകത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു ജാമ്യം കൂടി കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദേവസ്വം ഭരിക്കുന്ന CPM-നെ പോലെ ഒരു പാർട്ടി ഒരു ഹോസ്പിറ്റലിലെ അവിടുത്തെ ചെറിയ ജോലി മുതൽ പ്യൂൺ ജോലി മുതൽ അവിടുത്തെ ഏറ്റവും മുകളിലുള്ള ജോലി വരെ തങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ ഒരാളെ ടെമ്പററി ആയിട്ട് വെക്കണമെങ്കിൽ പോലും അവരുടെ കയ്യിൽ നിന്ന് ലഭ്യ മേടിക്കുന്ന അതിന് വരെ കണക്കുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ ഒരു മന്ത്രി, ആ മന്ത്രി പറയുകയാണ് ദേവസ്വം ഭരിക്കുന്ന സമയത്ത് ദേവസ്വത്തിലെ ഫയലുകളെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന്. അത് ജാമ്യമാണ്. കടകംപള്ളിയെ പോലെ ഒരാൾ ദേവസ്വത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, ശബരിമല നടന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല, ഒരു ഫയൽ നീക്കവും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ജാമ്യമെടുക്കലാണെന്ന്, ജനങ്ങളോട് പറയലാണ് ഞാനിതൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ കടകംപള്ളി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേര് പുറത്തേക്ക് വരാൻ വേണ്ടി പോവാന്നേ. അല്ലെങ്കിൽ ഈ പത്മകുമാറിനെ ഇവരിങ്ങനെ പേടിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് CPM നടപടിയെടുക്കാൻ പഠിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശ്രീ M. ജയചന്ദ്രൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വൈകാരിക വിഷയമായി ഇതിനോടകം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാറിയിട്ടുണ്ട്. അപ്പോ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമായ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ CPM-ന് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബാധ്യതയുണ്ടല്ലോ. ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ബാധ്യതപ്പെട്ട പാർട്ടിയാണല്ലോ CPM. അപ്പോൾ ഇപ്പോഴും പത്മകുമാറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അങ്ങനെ വിശദീകരിക്കാൻ CPM-ന് സാധിക്കുമോ? അല്ല, ഞാൻ അതാണ് മുമ്പേ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ അന്നേരം കണക്ടിവിറ്റി പ്രശ്നം വന്നത് കാരണം കഴിഞ്ഞില്ലല്ലോ പൂർത്തിയാക്കാൻ. അഭിലാഷ, ഞാൻ പറഞ്ഞു തുടങ്ങി അതായിരുന്നു, ഈ CPM ഈ പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ തദ്ദേശ വാർഡുകളിലും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ചെല്ലുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. അതിനവർ മറുപടി പറഞ്ഞുമാണ് പോകുന്നത്. അല്ലാതെ ശരി ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കേട്ടോ, നിങ്ങൾ ചാനലുകളും പത്രങ്ങളും നോക്കി മനസ്സിലാക്കിയിട്ടുള്ളതെന്തോ അത് മാത്രമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞ് പോവുകയല്ലല്ലോ ചെയ്യുന്നത്. പാർട്ടിക്കാരുടെ സ്റ്റാൻഡ് തന്നെ എടുത്തിട്ടുണ്ടല്ലോ.
ഇപ്പൊ പിന്നെ ഈ ആവർത്തിച്ച് അനൂപും ശ്യാംരാജും ഒക്കെ പറയുന്ന പിന്നെ ദൈവതുല്യനോ ദൈവതുല്യമോ ഒക്കെ പല രൂപത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്താണ് വാസ്തവത്തിൽ ഈ പിന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം മാത്രം അതൊന്ന് പറഞ്ഞു പോകാം, അത് മുതൽ പറഞ്ഞു പോകാമല്ലോ, ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. ഈ പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഫയല് ഏതെങ്കിലും ദേവസ്വം വകുപ്പ് മന്ത്രി ഏതെങ്കിലും കാലത്ത് ഒപ്പിട്ടതായി അഭിലാഷിന് പിന്നെ കേട്ടുകേഴ്വിയെങ്കിലും ഉണ്ടോ? എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ഒരു ദേവസ്വം മന്ത്രിയും ഒരു കാലത്തും പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ഫയലിലും ഒപ്പിടാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ ഫയൽ ചെല്ലേണ്ടതില്ല. ആവശ്യമില്ലല്ലോ. അതാണ് 1949 കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഈ സംഗതി ഉണ്ടെന്ന്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് 51 സാധനം 50 ഈ സാധനം വന്നല്ലോ. വന്നു കഴിഞ്ഞപ്പോ ഒരു കവനന്റ് പ്രകാരമല്ല ഇത് വരുന്നത്, അല്ലേ? ഈ കവനന്റ് എന്താണെന്നുള്ളത് ശ്യാംരാജിന് വായിച്ചു നോക്കാമല്ലോ. എടുത്ത് വായിച്ചു നോക്കുന്നതിന് വിഷമമൊന്നും ഇല്ലല്ലോ. ഇപ്പോ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഇതൊക്കെ. ആ കവനന്റിന്റെ പേരിലാണ് ഈ ഭരണമൊക്കെ നടക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ദേവസ്വം മന്ത്രി വിചാരിച്ച് അങ്ങോട്ട് ഫയൽ പിടിപ്പിക്കുകയോ, ഇപ്പൊ ഇവിടെ ആരോപിച്ചതുപോലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹം ദൈവമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം ആകെ നിയന്ത്രണം ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ എന്നുള്ളത് ആ വായിക്കപ്പോഴതിന്റെ തകരാറാണ്. അതങ്ങനെ മാറ്റാൻ കഴിയും, വായിച്ചു തന്നെ മാറ്റാൻ. പിന്നെ ആരാണ് ഈ ദൈവതുല്യൻ? അതൊരു പ്രശ്നമാണല്ലോ. ഇവിടെ നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള എന്നാൽ അധികം തത്വപ്പെടുന്ന ഒരു കാര്യം, തന്ത്രിയുടെ രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ സംഭവം നടക്കുന്നത്. രണ്ട് തന്ത്രി കുടുംബങ്ങൾ. ഒരു സെക്കൻഡ് ശ്രീ എം ജയചന്ദ്രൻ, ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കകാലത്ത് തന്ത്രി പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട വാചകമുണ്ട്. എന്നോട് ആവശ്യപ്പെട്ടു ഇതുപോലൊരു കടലാസ് തരാൻ, ഞാൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ തന്ത്രി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി തന്ത്രിയുടെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്ത്രിയിൽ നിന്നൊരു കടലാസ് വാങ്ങിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം തന്ത്രിക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ കൊടുക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറയട്ടെ അഭിലാഷ്, രണ്ട് തന്ത്രി കുടുംബങ്ങളാണ് ഉള്ളത്. ആ രണ്ട് തന്ത്രി കുടുംബങ്ങളിൽ ഏത് തന്ത്രി കുടുംബമായിരുന്നു ഈ പർട്ടിക്കുലർ വർഷത്തിൽ ഇത് ചെയ്ത വർഷത്തിൽ ഈ കത്ത് കൊടുത്തത് എന്നൊക്കെയുള്ളത് ഇനി അന്വേഷണത്തിന് വരാൻ പോകുന്ന കാര്യമാണെന്നേ. ഞാൻ വിചാരിക്കുന്നത് പത്മകുമാർ സൂചിപ്പിച്ച ദൈവതുല്യം എന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഇങ്ങനെ പുരോഹിത പ്രതിനിധാനങ്ങളെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏതെങ്കിലും തന്ത്രിയാണെന്നോ അതിന്റെ പേരോ ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തന്ത്രി പ്രതിനിധാനങ്ങളെയാണ് അത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ബോധ്യം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനെ ബോധപൂർവ്വം കണക്ട് ചെയ്യാൻ കഴിയും. ഇലക്ഷൻ കാലത്തും അല്ലാതെയും ഒക്കെ പ്രതിപക്ഷത്തെ കണക്ട് ചെയ്യാൻ കഴിയും, സമർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രശ്നം അതല്ലല്ലോ. ഇപ്പൊ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പത്മകുമാറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഇത് മാത്രമാണ് മുഖ്യ പ്രശ്നമായിട്ട് വരുന്നത്. അതിന്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, നിലപാടുണ്ട്. ആ നിലപാട് ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞ് ഈ പ്രശ്നം കോടതിയിൽ വരുമ്പോഴാണ് അക്കാര്യത്തിൽ നിലപാടെടുക്കണമെന്ന് CPM പിന്നെ നിശ്ചയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ ഇന്നും ഇന്നലെയും ഒക്കെ പാർട്ടി നേതാക്കൾ പ്രത്യേകിച്ചും ഗോവിന്ദൻ മാഷൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. എൻ്റെ പൊതുബോധ്യത്തിൽ ജനങ്ങൾ ആ കാര്യം നിരാകരിക്കുന്നില്ല, അല്ലെങ്കിൽ തള്ളിക്കളയുന്നില്ല. ഈ ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ, എന്നിട്ട് അക്കാര്യത്തിൽ നടപടി എടുത്തില്ലെങ്കിലാണ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള നിലപാടിൽ പിന്നെ ജനങ്ങളും അത് പൊതുവിൽ അംഗീകരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. ശരി, എന്തായാലും കുറ്റപത്രം കൊടുത്തിട്ടും പാർട്ടി നടപടി എടുത്തില്ലെങ്കിൽ അപ്പോൾ പാർട്ടിയെ കുറ്റപ്പെടുത്താം എന്നുള്ളതാണല്ലോ അങ്ങയുടെ നിലപാട്. എനിക്കൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ VR അനൂപ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഏത് ആസ്പെക്റ്റാണ് നിങ്ങൾ ചർച്ചാ വിഷയമാക്കാൻ പോകുന്നത്? ഇപ്പോൾ SIT ഉദ്യോഗസ്ഥരിൽ കറങ്ങി നിൽക്കും എന്ന് വിചാരിച്ചെടുത്തുന്നത് SIT മുൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികളിലേക്ക് 2 പ്രസിഡന്റുമാരിലേക്ക് എത്തി, അവരെ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തെക്കുറിച്ച് കോടതിക്കോ പൊതുസമൂഹത്തിനോ എതിരഭിപ്രായമില്ല. ആ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം CPM ഞങ്ങൾ യാതൊരു തരത്തിലും അന്വേഷണത്തിൽ ഇടപെടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വർണം കട്ടവരെ പിടിച്ചിട്ടുണ്ട് എന്ന നിലയിൽ CPM-ന് അല്ലെങ്കിൽ LDF-ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? അഭിലാഷായ CPM അന്വേഷണത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെ വലിയ കാര്യമായിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നത്? CPM-ന് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണല്ലേ യാഥാർത്ഥ്യം.
ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ CPM-ന് ഇടപെടാൻ കഴിയില്ലെന്നേ. ഇത് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടമായതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ വരെ എത്തിയത്. ഇതെല്ലാം ആളുകൾ മനസ്സിലാക്കുകയല്ലേ. പഴയ കാലമാണ്, കോർട്ട് പ്രൊസീഡിങ്സ് പോലും ആളുകൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ CPM സർക്കാർ ഉള്ളതുകൊണ്ടാണ്, പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ആളുകൾക്ക് മുമ്പിൽ അപഹാസ്യരാകും. പിന്നെ ഒരു കാര്യം അഭിലാഷേ, ഇതിനകത്ത് തട്ടിപ്പ് നടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഈ ചർച്ചയിൽ പോലും തട്ടിപ്പ് നടന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള തട്ടിപ്പാണോ വ്യക്തിപരമായ തട്ടിപ്പാണോ എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള പ്രശ്നം. CPM-നെ സംബന്ധിച്ച് കാലാകാലങ്ങളായി അവരുടെ ഒരു കീഴ്വഴക്കമുണ്ട്. വ്യക്തിപരമായ തട്ടിപ്പുകൾക്കാണ് ആ പാർട്ടി എതിര്. പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പുകളെ പ്രതിരോധിക്കുന്ന ഒരു പാർട്ടി സംവിധാനമാണെന്നേ. അത് പുതിയൊരു സംഭവമല്ല. അപ്പോൾ ലാവ്ലിൻ കേസിലടക്കം VS അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ അഴിമതി ആരോപണം ഉയർത്തിയപ്പോൾ പാർട്ടിയുടെ മിനിറ്റ്സ് കാണിച്ചാണ് അതിനെ പ്രതിരോധിച്ചത്. പാർട്ടി സെക്രട്ടേറിയറ്റ്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിന് പ്രകാരം പിണറായി വിജയൻ നടപ്പിലാക്കിയെന്ന് പറഞ്ഞത്. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? പത്മരാജനെതിരെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പത്മരാജനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്നേ. ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഇവിടെ ആദ്യം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരാൾ അല്ല ഞങ്ങളെന്ന് പറഞ്ഞു. പിന്നെ വാസു വന്നു, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വാസു മാത്രമല്ല, അതിന് പിന്നിൽ ആളുണ്ട്. ഇപ്പൊ പത്മകുമാർ പറഞ്ഞു, അപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുകയാണെന്നേ, പത്മകുമാറിൽ ഇത് ഒതുങ്ങില്ല. പത്മകുമാറിനെ പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. CPM-ന്റെ പാർട്ടി സംവിധാനത്തെ കുറിച്ച് നമുക്ക് അറിയുന്നതല്ലേ. ഇദ്ദേഹം ഈ CPM സഹയാത്രികനായ ഈ ജേർണലിസ്റ്റ് ബഹുമാന്യനായ അദ്ദേഹം പാർട്ടിക്കാരെ പോലും നാണിക്കുന്ന വിധത്തിലുള്ള ന്യായീകരണം നടത്തുന്നത്. ഇതെന്താണ് യാഥാർത്ഥ്യം? ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആക്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാന്നേ. ഇതിവിടെ സാങ്കേതികത്വമാണോ പ്രശ്നം? ദേവസ്വം ബോർഡിൽ മന്ത്രി ദേവസ്വം ബോർഡിന്റെ ഫയൽ കാണില്ല എന്നൊക്കെ ഒരു ചർച്ചയിൽ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. മന്ത്രി കാണില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മന്ത്രി ഫയൽ കണ്ടിട്ടാണോ? ഇവിടെ CPM-ന്റെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് CPM ഭരിക്കുമ്പോൾ പാർട്ടിയുടെ മോണിറ്ററിങ് ഇതിലൊന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ വിശ്വസിക്കാൻ മണ്ടന്മാരാണോ നമ്മളൊക്കെ? പാർട്ടി ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ കൃത്യമായ പാർട്ടിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാൾ, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരാൾ, പാർട്ടി അറിയാതെ അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞാൽ CPM പോലൊരു പാർട്ടിയുടെ കേഡർ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ അതിനെ എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുക? അപ്പോൾ ഇത് സാങ്കേതികത്വത്തിന് പ്രശ്നമല്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഓട്ടോണമസ് ആണ്, PSC എന്ന് പറയുന്നത് ഓട്ടോണമസ് ആണെന്നൊക്കെ സാങ്കേതികത്വത്തിന് വേണ്ടിയൊക്കെ നമുക്ക് പറയാം. പക്ഷേ CPM പോലൊരു പാർട്ടി അതിൻ്റെ ഏറ്റവും വിശ്വസ്തരായ ഏറ്റവും ഉന്നത തരത്തിൽപ്പെട്ട കേഡർമാരെ അവിടേക്ക് നിയോഗിക്കുമ്പോൾ പാർട്ടിയുടെ കൃത്യമായ നിയന്ത്രണത്തിലാണ്. പാർട്ടി ഇത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ CPM അവരെ ഏൽപ്പിക്കുമ്പോൾ അത് തന്നെയല്ലേ. ഇപ്പം ഗോവിന്ദ മാസ്റ്റർ എന്താ പറഞ്ഞേ? ഈ പറയുന്ന കാര്യമല്ലല്ലോ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞേ. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ നടപടി എടുക്കുന്ന. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ പോലെയാണോ പറഞ്ഞത്? പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെന്നേ. പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദ മാസ്റ്റർക്ക് പോലും വ്യക്തതയുണ്ട്. ഇപ്പൊ ഇദ്ദേഹം പറയാണ് ദേവസ്വം മന്ത്രി ഫയൽ കാണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയാണ് അതിന്റെ മോണിറ്ററിംഗ്, പാർട്ടിയാണ് അതിന്റെ അതോറിറ്റി. അത് പാർട്ടി സെക്രട്ടറി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്മകുമാറിനെ നിയോഗിച്ചത്. അതെ അതെ അതെ. ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ CPM പോലൊരു പാർട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലൊരു പദവിയിലേക്ക് ഒരാളെ അവരോധിക്കുമ്പോൾ അദ്ദേഹം കേവല അനുഭാവി മാത്രമല്ലല്ലോ. അദ്ദേഹം പാർട്ടിയുടെ ഉന്നതമായ, നേരത്തെ പറഞ്ഞ പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും ഉന്നത സ്ഥാനീയനായ ഒരു വ്യക്തിയെ നിയോഗിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനമെടുത്തു. നാളെ എടുക്കേണ്ട തീരുമാനം അദ്ദേഹത്തിന് തോന്നിയ പോലെ എടുത്തു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കണോ? ഇവിടെ കൃത്യമായ CPM-ന്റെ ഒരു ചരിത്രം, CPM-ന്റെ ഒരു രീതി, CPM ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അറിയാത്ത ആളുകളല്ലോ. ഇതൊരു വ്യക്തി അധിഷ്ഠിതമായ പാർട്ടിയാണോ? ഇതൊരു കേഡർ പാർട്ടി ആണെന്ന് ഇവർ തന്നെ പറയുന്നില്ലേ. അപ്പൊ കൃത്യമായ പാർട്ടി മോണിറ്ററിംഗ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെ. അതുകൊണ്ടല്ലേ ഈ ഒരു അന്വേഷണത്തിന്റെ ഈ ഒരു ഘട്ടത്തിലും എന്തുകൊണ്ട് തള്ളിപ്പറയാൻ താമസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ല. ഇതിലും ചെറിയ കുറ്റങ്ങൾക്ക് ചാത്തുണ്ണി മാസ്റ്റർ എന്ന് പറയുന്ന ഒരു CPM-ന്റെ പാർട്ടി നേതാവ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു കണക്കെഴുതാൻ വൈകി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ പാർട്ടി നടപടിയെടുത്തുള്ള പാർട്ടിയാണ്. ഇവിടെ കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയെ കണ്ണൂരിൽ എന്ന് പറഞ്ഞ് പുറത്താക്കിയത് വളരെ ചെറിയ കാര്യങ്ങൾക്ക് വളരെ കർശനമായ നിലപാടെടുത്തു എന്ന് അഭിമാനപൂർവ്വം പറയുന്ന പാർട്ടി ഇത്ര വലിയ, അത് കോടതിയുടെ കുറ്റപത്രം തയ്യാറാക്കുന്നവരൊക്കെ കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ പത്മകുമാറിനെതിരെ നടപടി എങ്ങനെ എടുക്കണോ എടുക്കാതിരിക്കണോ എന്നുള്ള ധാർമ്മികമായ പ്രതിസന്ധി CPM-ന് മുന്നിൽ വരുന്നത് എന്തുകൊണ്ടാണ്? CPM പാർട്ടി അറിഞ്ഞതുകൊണ്ടാണെന്നേ. CPM-ന്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ന്റെ കൃത്യമായ ഇടപെടൽ അതിലുണ്ട് എന്നുള്ളത് പാർട്ടി അറിഞ്ഞ് നടത്തിയ ഇടപാടുകളാണ്. അതുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന പോയിന്റാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഓക്കെ, ശരി. ശ്രീ രാജഗോപാൽ,
പത്മകുമാറിന്റെ സീനിയോറിറ്റി, അദ്ദേഹത്തിന്റെ മുൻകാല രാഷ്ട്രീയ പാരമ്പര്യം താങ്കൾ നേരത്തെ വിശദീകരിച്ചു. പക്ഷേ നിലവിലെ കേസിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ CPM-ന് സാധിക്കുമോ? കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്വന്തം ഇനീഷ്യേറ്റീവിൽ, അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ ബോർഡിന്റെ മിനിറ്റ്സിൽ നടത്തിയിട്ടുള്ള മാറ്റം എന്നുള്ളത് രേഖയാണ്, അതവിടെ നിൽക്കുകയാണ്. അതാണ് ഈ സ്വർണ്ണ കവർച്ചയ്ക്കിടയാക്കിയ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ പത്മകുമാറിനെ ആരായാലും പത്മകുമാറിനെ ഡിഫെൻഡ് ചെയ്യാൻ CPM-ന് കഴിയുമോ? കഴിയില്ലല്ലോ, അത് കഴിയില്ല. പാർട്ടി തന്നെ തെളിയിച്ചിട്ടില്ലേ? പാർട്ടി തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ. സംസ്ഥാന കമ്മിറ്റി വിഷയം വന്നപ്പോൾ, സമിതി വിഷയം വന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുമായിട്ട് പ്രത്യക്ഷമായിട്ട് പിന്നെ ഒരു ചെറിയ യുദ്ധത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലരെ അവിടെ സമിതിയിലേക്ക് കൊണ്ടുവന്ന് ക്ഷണിതാക്കളൊക്കെ ആയിട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പാർട്ടി നടപടിയെടുത്തല്ലോ. പാർട്ടി നടപടിയെടുത്തു, പക്ഷേ വളരെ മൈൽഡായിട്ടുള്ള നടപടിയാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ജില്ലാ കമ്മിറ്റി തുടരുന്നുണ്ട്. അപ്പോൾ നടപടിയെടുക്കും, പാർട്ടിക്ക് കാര്യത്തിൽ ഭയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അഭിലാഷ് കണ്ണൂരിൽ നിൽക്കുന്നത് കൊണ്ടും ഈ ചാത്തുണ്ടിയും അസ്രയൊക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത് ഈ നമ്മുടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായൊരനുഭവം, ഒരു മുൻ അനുഭവം എന്ന് പറയുന്നത്, പാർട്ടി എന്താണ് ആലോചിക്കുന്നത്, പാർട്ടി ആലോചിക്കുന്ന തീരുമാനങ്ങൾ, നടപടികളൊക്കെ ആലോചിക്കുമ്പോൾ പാർട്ടി മനസ്സിൽ കാണുമ്പോൾ അത് മരത്തെ കാണുന്നൊരു രീതി അത് പത്മകുമാറിന് പണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടും അത്തരം ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതിൽ അറിവുണ്ടായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. 1998 എനിക്ക് തോന്നുന്നത്. 98 O ഭരതനെ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പത്തനംതിട്ട വെച്ച് തന്നെയാണ് സംഭവിച്ചത്. എല്ലാവർക്കും അറിയാവുന്നല്ലോ, O ഭരതനെ അറിയാമല്ലോ. കണ്ണൂരിൽ നിന്ന് പിന്നെ MLA ആയിട്ടുണ്ട്, വടകരയിൽ നിന്ന് MP ആയിട്ടുള്ള സമുന്നതനായ നേതാവാണ് അദ്ദേഹം. 1900 CITU രൂപീകരിച്ച കാലം മുതൽ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വളരെ പ്രമുഖനാണ്, വളരെ തലയെടുപ്പുള്ള നേതാവാണ് അദ്ദേഹം. ആ ഭരതനെ പത്തനംതിട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. ഔദ്യോഗികമായിട്ട് പുറത്താക്കുകയാണ്. പിന്നീട് അദ്ദേഹം അങ്ങനെ ഒരു സജീവമായിട്ട് കണ്ടിട്ടുമില്ല രാഷ്ട്രീയത്തിൽ. 98 തോന്നുന്നത്. ഈ സംഭവം ഒരിക്കലും ഞാൻ പിന്നെ സമ്മേളനം നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ പെട്ടെന്ന് ചുരുക്കി അങ്ങ് പറയാം, സമ്മേളനം നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പത്മകുമാർ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ പത്മകുമാറെ ഞാനിങ്ങനെ നിങ്ങൾക്ക് നല്ല ജോലിയാണല്ലോ, നല്ല പണിയാണല്ലോ വരുന്നത്, CITU സംസ്ഥാന സമ്മേളനമാണല്ലോ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പത്മകുമാർ പറഞ്ഞത്, എനിക്കല്ല പണി വരുന്നത്, ചില പണികളൊക്കെ ചിലർക്കൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പിന്നെ കാണാം എന്നൊക്കെ ഒരു വാക്ക്, ഈ നമ്മളെ മുമ്പേ പറഞ്ഞതുപോലെ ദൈവതുല്യരെന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു കാഷ്വൽ ടോക്കൺ നടത്തിയിട്ട് അദ്ദേഹം പോയി. ഞാൻ പിന്നെ പത്മകുമാർ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ പിന്നീട് ഞാൻ ചോദിച്ചു, എന്തുവാ നിങ്ങൾ ഉദ്ദേശിച്ചത്, എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. അല്ല, എന്തൊക്കെയോ ചില ചർച്ചകൾ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയൊക്കെയോ എന്തൊക്കെയോ ചില സാധനങ്ങൾ, സൂചനകൾ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഉരുണ്ട് കൂടുന്നുണ്ട് പാർട്ടിക്കകത്തുനിന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെയുള്ള വാക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ O ഭരതനെതിരെയാണ് ഈ നീക്കം നടക്കുന്നതെന്നുള്ളത്. സത്യം പറയാൻ എനിക്കന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. O ഭരതനെ പോലെ ഒരാളിനെതിരെ നടപടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. പക്ഷേ പത്മകുമാർ അറിയാമായിരുന്നു. അത് തന്നെ സംഭവിച്ചു. O ഭരതൻ പാർട്ടിയിൽ നിന്ന് അത് പുറത്താകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പത്മകുമാറിൻ്റെ ആ നീക്കം അത് പലരും പാർട്ടിക്കകത്തിൽ അന്ന് ഈ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പലരും മടിക്കുന്ന കാലത്തും, പാർട്ടിയിൽ നിന്ന് നമുക്ക് അങ്ങനെയൊക്കെയുള്ള സോഴ്സുകളൊന്നും ഇല്ലാതിരുന്ന കാലത്തും അവിടെ ഇവിടെയൊക്കെ ചില തൊട്ടും തൊടിയിച്ചും ഒക്കെ ഇങ്ങനെ നടത്താനുള്ളൊരു കഴിവ് പത്മകുമാറിനുണ്ട്. അതായത് ഇന്നർ പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ മുമ്പേ ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹം സുഹൃത്താണ്, നെരിപ്പോട് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയത്. പക്ഷേ പത്മകുമാറിനെ പോലെയുള്ള നേതാക്കൾക്ക് പാർട്ടിയിൽ നിന്ന് അങ്ങനെയുള്ള നെരിപ്പോടുകളൊന്നും താണ്ടേണ്ടി വരുന്നില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. പാർട്ടി പദവികൾ അദ്ദേഹത്തിന് കാര്യമായി കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അവിടെ ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണ ഫൈൻഡിങ്സ് നടത്തുന്നു. അത് ഇൻ ക്യാമറയായി കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആ കാര്യങ്ങൾ പരിഗണിക്കുന്നു. അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ പുറത്ത് ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടെടുത്ത് അവനെ പിടിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അല്ലല്ലോ. വളരെ മെറ്റിക്കുലസ് ആയി വസ്തുതകൾ പരിശോധിച്ചിട്ടാണ് അന്വേഷണ സംഘം ഓരോരോ നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇനി എന്ത് എന്നുള്ളത് നമ്മൾ അന്വേഷണ സംഘത്തിന് വിടുകയല്ലേ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അല്ലാതെ അടുത്തതിന് ഇപ്പോൾ ഇന്ന ആളെ പിടിക്കും, വേറെ ആളെ പിടിക്കാനുണ്ട് എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അഭിലാഷേ, നമ്മൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇതുവരെ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ കൃത്യമായിട്ട് എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞിട്ട് കോടതിയിൽ റിപ്പോർട്ടും കൊടുത്ത് കോടതിയിൽ വിധിയും വന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്നത്. രണ്ട്,
ഈ വിഷയത്തിൽ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരു സാധാരണ കേസ് പോലെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് ആരോപിക്കുകയാണോ? അല്ലല്ലോ. ഇത് കൃത്യമായിട്ട് ഏതൊരാൾക്ക് ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സാധാരണ പത്രം വായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ഏതൊരാൾക്കും തോന്നുന്ന ചില സംശയങ്ങളില്ലേ? ആ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉത്തരം കൊടുക്കാൻ വേണ്ടി സാധിക്കാതിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നേ. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ശബരിമല വിഷയം തന്നെ പുറത്തു വന്നത് എങ്ങനെയാണ്? ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം അത് നിങ്ങൾ ആദ്യം ഒന്ന് പറയും. ഈ ഒരു വിഷയത്തിൽ ദേവസ്വത്തിന്റെ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹത്തെ അറിയിക്കാതെ 2025 ചെന്നൈക്ക് ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി എന്നുള്ള ഒരൊറ്റ പരാതിക്ക് പുറത്തല്ല ഇപ്പൊ ഈ വിഷയങ്ങൾ മൊത്തം സംഭവിക്കുന്നത്. അതായത് ശബരിമലയിൽ ഇത്രയധികം വലിയ കൊള്ള നടന്നു. 99 തുടങ്ങിയിട്ട് 10-30 വർഷമായിട്ട് ഇത്ര വലിയ കൊള്ള നടന്നിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം മാറി മാറി പറിച്ച് അത് രണ്ടുപേരും ഉണ്ട്, LDF ഉണ്ട്, UDF ഉണ്ട്. ആളുകൾക്ക് ഇത് കണ്ടെത്താനോ അതല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് ഇപ്പൊ ഈ പറയുന്ന ന്യായം ഞങ്ങൾ പിടിച്ചില്ലേ, ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ലല്ലോ എന്ന് പറയുന്ന ഈ ന്യായം അവർക്ക് സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി പറ്റാത്ത എന്താ? ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ അന്വേഷണം നടക്കുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് സർക്കാരിന് ഒളിച്ചു വെക്കാനുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒളിച്ചു വെക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗങ്ങളോ വിവരങ്ങളോ സർക്കാരിന്റെയോ വിജിലൻസിന്റെ പോലും പരിസരത്ത് കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ദേവസ്വത്തിന്റെ പോലും പരിസരത്ത് കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറയേണ്ട ആവശ്യമെന്ന് ഹൈക്കോടതി അവിശ്വസിച്ചില്ലേ? ഈ കേരളത്തിലെ മുഴുവൻ ജനതയും കേരളത്തിലെ ഹൈക്കോടതിയും അടക്കമുള്ള ആളുകൾക്ക് അവിശ്വസിക്കേണ്ട അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ ഇവർ കള്ളന്മാരാണെന്ന് തോന്നിയില്ലേ? അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പത്മകുമാറിനെ തന്നെ എടുത്തു. ഞാൻ വീണ്ടും പറഞ്ഞു ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കായിരിക്കും. പക്ഷേ ദൃശ്യമാധ്യമ വലിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതായത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ആ സ്വർണ്ണപ്പാളികളിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പറയും ശബരിമല ചെമ്പായിരുന്നു. അതുമല്ല, അതിനുശേഷം പിന്നീട് പറയാണ് 49 പവൻ സ്വർണ്ണമേ അവിടെ പൂശിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ത് 99 ഏകദേശം 5 കിലോയോളം വരുന്ന സ്വർണം കൊടുത്തു എന്ന് അന്നത്തെ അച്ചടി മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. എന്ന് മാത്രമല്ല, ഈ സ്വർണം കൊടുക്കുമ്പോഴൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അത് അന്നത്തെ ആരും മറന്നിട്ടില്ല. അതായത് UB ഗ്രൂപ്പ് ആദ്യമായിട്ട് ശബരിമലയിലേക്ക് സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ അന്നത്തെ നായനാർ സർക്കാർ, അന്നത്തെ LDF സർക്കാർ സമ്മതിച്ചില്ല. സ്വർണ്ണമല്ല, ഞങ്ങൾക്ക് പണമാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അന്ന് ഈ കൊള്ളയ്ക്ക് ഒരു കോപ്പ് കൂട്ടുകയായിരുന്നു. ഈ എങ്ങനെ വന്നാലും ഇവർക്ക് കണ്ണ് അങ്ങോട്ട് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർക്കാരിന് കണ്ണ പണത്തിലോട്ട് തന്നെയാണ്. ഇവർ അന്ന് പറഞ്ഞ് നിങ്ങൾ സ്വർണ്ണമായിട്ട് തരണം, നിങ്ങൾ കഴിഞ്ഞില്ല സ്വർണ്ണമായിട്ട് വരാം. എന്നിട്ട് ഹൈക്കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ് അവിടെ സ്വർണം കൊടുത്തത്. അന്ന് ഈ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന സ്വർണം കൊടുത്തത് പോലും ഹൈക്കോടതി ഇടപെടലോട്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു കള്ളത്തരം കാണിക്കാൻ വേണ്ടി കൊള്ള നടത്തുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഈ ഒരു വിഷയങ്ങൾ ലാസ്റ്റ് പോയിന്റ്, ഈ ഒരു വിഷയത്തിൽ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടത്ത് ഇത്തരത്തിലുള്ള ന്യായീകരണവാദികളുടെയും ഒക്കെ അഭിപ്രായം എന്തായിരുന്നു? ശബരിമലയിൽ സ്വർണ്ണമാണെന്ന് ഞങ്ങൾക്ക് അറിയേയില്ല. അതെങ്ങനെയാണ് അറിയാതെ വരുന്നത്? ദേവസ്വം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന, ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന, ദേവസ്വം പ്രസിഡന്റ് നിയമിക്കുന്ന ആ സർക്കാരിന് അവിടെ സ്വർണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാതെ വരിക? അറിയാമായിരുന്നില്ല, അറിയാം. അപ്പൊ ഇത് കൊള്ള ചെയ്ത് ഇവര് തന്നെയാ. ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മളിൽ നിന്നും, നിങ്ങളിൽ നിന്നും, പൊതുജനങ്ങളിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നും ഇവരിത് മറച്ചു വെച്ചു. ആ മറച്ചു വെച്ചത് ഇവരുടെ കള്ളത്തരമാണ്, ഇവരുടെ കൊള്ളയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ സമ്മതിക്കും. ആദ്യം പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഒരു ബന്ധവുമില്ല. ഏതോ ഒരു പോറ്റി അവതാരം, ഏതോ ഒരു പോറ്റിയല്ലേ പത്മകുമാറിന്റെ വീട്ടിൽ കയറി കറങ്ങി കിടന്നത്. ഈ കടകപ്പള്ളിയായിട്ടുള്ള ഫോട്ടോകൾ അടുത്ത് ബന്ധമുള്ളത് ഈ പറഞ്ഞ ഏതോ ഒരു പോറ്റിക്കല്ലേ. അപ്പൊ ഇവര് കള്ളം ആദ്യം പറഞ്ഞ എന്തിനാ? ഈ പറഞ്ഞത് മുഴുവൻ കള്ളത്തരങ്ങൾ ഓരോ ദിവസമായിട്ട് മാധ്യമങ്ങളിൽ പൊളിഞ്ഞു കൊണ്ടുകൊണ്ടിരുന്നില്ലേ? അതൊക്കെ ഇവർക്ക് ഇതിനകത്ത് പങ്കുള്ളത് കൊണ്ടല്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ പോലെ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ കള്ളത്തരം പറയുന്നത്? ശബരിമലയിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എത്രയാ പോയെന്ന് നമുക്ക് അന്വേഷിക്കാം എന്ന് പറയാൻ പറ്റാത്ത എന്താ? കടകംപള്ളിക്ക് പറഞ്ഞൂടെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഇത് അന്വേഷിച്ചോട്ടെ, അന്വേഷണം നടക്കട്ടെ, അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടോ ഇവർക്ക്? കടകംപള്ളി സുരേന്ദ്രനോ എൻ വാസുവിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിനോ സർക്കാരിന്റെ ശരി ശ്രീ ജയചന്ദ്രൻ, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഒന്ന്, ദേവസ്വം ഭരണാധികാരികളായി നിയോഗിച്ച ആളുകളാണ് പരമപവിത്രമായി കരുതുന്ന അയ്യപ്പന്റെ ഈ സ്വർണം അടിച്ചു മാറ്റാൻ അരുതുന്നത് അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നത് എന്ന പ്രശ്നം നേരിടുമ്പോൾ ആ ആളുകൾക്ക് മറ്റൊരു അഴിമതി കേസ് അല്ലെങ്കിൽ ഭരണപരമായ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത കേസ് പോലെ സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്ത് അന്തിമമായി ഈ കാര്യം തീരുമാനിക്കപ്പെടട്ടെ എന്ന ഒരു സ്പേസ് പോലും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൊടുക്കേണ്ടതല്ല അല്ലെങ്കിൽ കൊടുക്കാവുന്നതല്ല എന്നിരിക്കെ ഇപ്പോ പത്മകുമാറിനെ കൈവിടുന്നത് കൊണ്ട് CPM സാധാരണ നിലയിൽ രാഷ്ട്രീയമായി പരുക്കൊന്നും പറ്റാനില്ല എന്നിരിക്കെ
അത്രയും അവധാനതയോടുകൂടിയേ ഞങ്ങൾ തീരുമാനിക്കൂ എന്നൊക്കെ വാശി പിടിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് വാശി പിടിക്കുന്നതിന്റെ പ്രശ്നമല്ലല്ലോ അഭിലാഷേ. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് പ്രതികരണം കൂടെ പറയാനുണ്ട് ഈ ചർച്ചയില്. ഈ പിന്നെ പ്രത്യേകിച്ചും അനൂപ്, ശ്യാംരാജ് തുടങ്ങിയവരൊക്കെ പറഞ്ഞ കാര്യത്തില് അതില് BJP പ്രതിനിധി പറഞ്ഞതിൽ തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഞാൻ ഇവരുടെ ചാനലുണ്ടല്ലോ, BJPയുടെ ജനം ചാനൽ, ജനം TV-യില് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു 6-7 ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇന്നും വിളിച്ചതാണ് എന്നെ. പക്ഷെ അതിന് മുമ്പ് മാതൃഭൂമി വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അതില് അവര് നിരന്തരം പറഞ്ഞു പോന്നിരുന്ന ഒരു വാദം എന്താണെന്ന് അറിയുമോ? ഞങ്ങള് ഈ SIT അന്വേഷണത്തോട് യോജിക്കുന്നില്ല, CBI അന്വേഷണം തന്നെ വേണം, ഇതൊന്നും ശരിയായ പരിപാടിയല്ല, ഇതൊക്കെ പിന്നെ ഈ കാര്യങ്ങൾ മൂടി പിടിക്കാനാണ് നടത്തുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ യോജിക്കുന്നില്ല. അതിന്റെ മറുപടിയൊക്കെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു പോന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏതായാലും ഈ ചർച്ചയിൽ ഇപ്പോ അനൂപ് പറയുന്ന എന്താണ്, പിന്നെ ഈ നേരായ വഴിക്ക് അന്വേഷണം നടക്കുന്നു എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാരിന്റെ മിടുക്കൊന്നും കൊണ്ടല്ല, ഹൈക്കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത് കൊണ്ടാണ് അത് നടക്കുന്നത്. BJP-ക്കാർ ഈ മേൽനോട്ടം എന്ന് പറയാൻ പാടില്ല, അത് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞ ഒരുപാട് ചർച്ചകൾ നടത്തുന്നവരാണ്. കോൺഗ്രസ്സുകാരും ചില നേതാക്കൾ അങ്ങനെ പറഞ്ഞത് മേൽനോട്ടം എന്ന വാക്ക് തെറ്റാണ്. അപ്പോ പക്ഷെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഈ അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? നേരിട്ട് രാജാ വിജയരാഘവനും മറ്റേ വിജയകുമാർ എന്ന 2 ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചിന്റെ ജഡ്ജസ് സ്വമേധയാ തീരുമാനിച്ച് ഈ ടീമിനെ അങ്ങ് നിയോഗിക്കുകയായിരുന്നു. അതോ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ നിയമിക്കുകയായിരുന്നു? അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? ഈ അന്ധമായി കുറ്റപ്പെടുത്താൻ അത്തരം ചർച്ചകൾ നടത്തുകയാകാം. അതൊക്കെ ഒരു പിന്നെ ഇത്തരം ചർച്ചകൾ സ്വാഭാവികവുമായിരിക്കാം. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അനൂപ് ബാക്കിയെല്ലാം ശരിവെക്കുന്നു. ഹൈക്കോടതിയുടെ അന്വേഷണം മേൽനോട്ടത്തിൽ നടക്കുന്നതുകൊണ്ടാണ് ശരിയായ വഴിക്ക് സംഘം അന്വേഷിക്കുന്നത്, ശരി. പക്ഷേ ഈ പിന്നെ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് ഈ SIT ഉണ്ടായത് എന്നുള്ള പ്രാഥമികമായ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത്രേ ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. കാരണം താങ്കൾ തന്നെ അതിനോട് വിശ്വാസം പ്രകടിപ്പിച്ചല്ലോ. പിന്നെ മറ്റൊന്ന്, അഭിലാഷ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അത് താങ്കളോടും കൂടെ ഞാൻ ചോദിക്കുകയാണ് അഭിലാഷേ. ഈ ചെമ്പുപാളിയുടെ പ്രശ്നമാണല്ലോ, അങ്ങനെ തിരുത്തിയതാണല്ലോ താങ്കൾ പറഞ്ഞത്. എല്ലാവരും അതാണ് ചർച്ച ചെയ്യുന്നത്. എന്റെ ഒരു പിന്നെ വിവരക്കേടുകൊണ്ടാണെന്ന് ധരിച്ചോളൂ. അല്ലെങ്കിൽ ഇദ്ദേഹം ഈ BJP പ്രതിനിധി പറഞ്ഞ പോലെ ന്യായീകരണ തൊഴിലാളി എന്നാണല്ലോ ഇപ്പൊ വിളിച്ചത്. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം അഗണ്യ കോടിയിൽ തള്ളുന്ന പദപ്രയോഗങ്ങളാണെങ്കിലും അതും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ ഈ ഏതെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ള ഏതെങ്കിലും റിമാൻഡ് റിപ്പോർട്ടിൽ തങ്ങൾ കൊണ്ടുപോയത് ചെമ്പുപാളിയാണെന്നും സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളല്ല എന്നുള്ള വാദമുഖങ്ങൾ ഇവരാരെങ്കിലും പറഞ്ഞതായിട്ട് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലോ 2 ഇടക്കാല റിപ്പോർട്ട് SIT കൊടുത്തല്ലോ ഹൈക്കോടതിയിൽ, അതനുസരിച്ച് ഹൈക്കോടതിയുടെ ഇടക്കാല വിധി വന്നല്ലോ, ഉത്തരവ് വന്നല്ലോ, ആ വിധികളിലോ ഇവരിങ്ങനെ ഈ പ്രതികൾ ഇങ്ങനെ സൂചിപ്പിച്ചതായിട്ട് തങ്ങൾ കൊണ്ടുപോയത് ചെമ്പ് പാളികൾ മാത്രമാണ്, സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികളല്ല എന്നൊരു വാദം ഉയർത്തുന്നുണ്ട്. എന്നൊരു വാദം ഹൈക്കോടതിയുടെ ഏതെങ്കിലും ഇടക്കാല വിധിയിൽ വന്നിട്ടുണ്ടോ? ഞാൻ അതിനെ പറഞ്ഞ് ഇവരെക്കാട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് എന്ന് തന്നെ ഞാൻ വന്ന് ധരിച്ചോളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ സംശയം ഉന്നയിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് തുടങ്ങുന്ന വാചകം തന്നെ ഇത് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സംഗതി സുമാർ 2 കിലോ സ്വർണം, തുടങ്ങുന്ന വാചകം എങ്ങനെയാണ്, സുമാർ 2 കിലോ സ്വർണം ഇതിന്ന് അടിച്ചു മാറ്റി, അത് അടിച്ചു മാറ്റിയെന്നല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ചതിവ് ചെയ്ത് നഷ്ടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത് എന്നാണ് ആ വാചകം തുടങ്ങുന്നത് തന്നെ. ഇപ്പോൾ സുമാർ 2 കിലോ സ്വർണം എന്ന് പറയുന്നത് ഞാനല്ല, CPIM അല്ല, LDF അല്ല, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ ഞാൻ വായിച്ചതാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ള സാധനമാണല്ലോ റിമാൻഡ് റിപ്പോർട്ട്, അതും വരുന്നുണ്ട്. ഇനി ബാക്കി കൂടുതലുണ്ടെങ്കിൽ വരുമെന്ന്, അത് എവിടെയാ വരിക? അത് റിമാൻഡ് റിപ്പോർട്ടിലല്ല തരിക. അത് പിന്നെ ഈ ഇവർക്ക് കൊടുക്കാനുള്ളത് ചാർജ് ഷീറ്റിലാണല്ലോ കൊടുക്കുക. ഏതൊക്കെ വകുപ്പ് ചേർക്കണം, ഇതിനകത്ത് ടെസ്റ്റ് ചേർത്തിട്ടില്ലല്ലോ എന്ന് വാദിക്കുന്ന ഒരുപാട് BJP നേതാക്കന്മാരുണ്ട്, BHP നേതാക്കന്മാരുണ്ട്. ഞാനുമായിട്ട് തർക്കിച്ചിട്ടുണ്ട് അവരൊക്കെ ഇതിനു മുമ്പ് ചർച്ചകൾ പലയിടത്തും. അപ്പൊ ആ ചാർജ് ഷീറ്റൊക്കെ വരണമെങ്കിൽ അത് വരുന്നത് ചാർജ് ഷീറ്റിലാണെന്നേ, ചാർജിൽ വരണമെങ്കിൽ ചാർജ് ഷീറ്റിലാണ് വരിക.
അതങ്ങനെയല്ലേ സാധാരണ ഇത് കാണുക. അപ്പൊ ആ ചാർജ് ഷീറ്റ് വരാനുള്ള സമയം വരെ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതുണ്ടല്ലോ. December 3 ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുകയും വേണമല്ലോ. അതിനുള്ള ആ ഒരു പീരീഡ് പോലും കൊടുക്കാതെ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളവർക്ക് പറയുകയാണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. വസ്തുതകൾ ഇതായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. അഭിലാഷ്, ഇതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ബോധ്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, കൃത്യതയുള്ള തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ചാർജ് ഷീറ്റാണ് വരേണ്ടത്. അപ്പോഴാണ് അത് സംബന്ധിച്ച് CPM പോലുള്ള രാഷ്ട്രീയ കക്ഷിക്ക്, ഭരണമുന്നണിയെ നയിക്കുന്ന പാർട്ടിക്ക് അതിന് നേതാക്കളെ പറ്റി ചാർജ് ഷീറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് അക്കാര്യത്തിന് കാരണമായി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ. ചാർജ് ഷീറ്റ് കൊടുക്കാൻ കാലവിളംബം ഉണ്ടാവില്ല. ഹൈക്കോടതി തന്നെ SITക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സ്വാഭാവികമായും സൂചിപ്പിക്കപ്പെടും. ഇവിടെ ശ്രീ VR അനൂപ്, ഇവിടെ ഇപ്പോൾ കേവലമായി ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു, അതല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറത്ത് ഇപ്പൊ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആരാധനാലയത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെ മുതലുകൾ അത് സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ തന്നെ ഇടപെട്ട് ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളയുമായി ബന്ധമുണ്ടോ എന്ന് പോലും ഒരു വേള ഹൈക്കോടതി ചോദിച്ചു. ആ മാനത്തിലുള്ള ഒരു തെഫ്റ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിൽ കേവല രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിൽക്കുന്നതിനേക്കാൾ നെല്ലും പതിരും തിരിയട്ടെ എന്ന സമീപനം എടുക്കുമോ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം? അഭിലാഷേ, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇപ്പോഴും ബഹുമാന്യനായ ജയചന്ദ്രൻ സാർ തെറ്റിദ്ധരിപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം എന്താ പറയുന്നത്? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പേരുകൾ തീരുമാനിച്ച സർക്കാരിലേന്നാണ്. അതിലെന്താണ് കുഴപ്പം? പേര് തീരുമാനിക്കാതെ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ സർക്കാരിന് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലെന്നേ. പക്ഷേ ഇപ്പോഴും കോടതിയുടെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? ഈ ഫയൽ വേറെ ആരും കാണിക്കരുത്, ഞങ്ങളെ കാണിക്കണമെന്നാ. കോടതിക്ക് അന്വേഷണത്തിൽ ഏത് സമയത്തും ഇടപെടാം. അന്വേഷണ പുരോഗതിക്ക് കോടതിക്ക് പരിശോധിക്കാം. കോടതിയോടാണ് ഇവർ ഉത്തരം പറയേണ്ടതെന്നേ. അത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഇവിടെ പോലീസിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഈ കേസിൻ്റെ കാര്യത്തിലേക്കെങ്കിലും ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ കൺട്രോൾ ഇല്ല, രാഷ്ട്രീയമായ നിയന്ത്രണം ഇല്ല. പോലീസിന് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും വലിയ അറിയാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഈ കാലത്തും അദ്ദേഹം കേവലം ഒരു പാർട്ടി അനുഭാവി മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തകനല്ലേ. പറയുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് പറയാൻ ശ്രമിക്കേണ്ട. അദ്ദേഹം പറയുന്നത് എന്താ? ഈ ഞങ്ങളെല്ലാം പേര് കൊടുത്തോണ്ട് ഒരു കാര്യമില്ല സാറേ. ഈ പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫയൽ കൊടുക്കേണ്ടത് കോടതിക്കാണ്. കോടതി അന്വേഷണ പുരോഗതി കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ അടുത്ത ഇതിൽ കോടതി ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു? ഈ പോലീസുകാർക്ക് പണി കിട്ടുന്നേ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പണി കിട്ടുന്നേ. അതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണം ഇങ്ങനെ പോകുന്നത്. ഹൈക്കോടതിയുടെ നിതാന്തമായ ജാഗ്രതയുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണം ഇങ്ങനെ പോയതും ഇവിടെ വരെ എത്തിയതും. എന്നിട്ട് വലിയ വായിൽ പറയുക. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പോലും മടിക്കുന്ന തരത്തിൽ അദ്ദേഹം പറയാണ്. ഒരു മാധ്യമ പ്രവർത്തകന്റെ ക്രെഡിബിലിറ്റി എങ്കിലും അദ്ദേഹം നോക്കണ്ടേ? അദ്ദേഹം പറയുന്നത് എന്താ? ഈ പോലീസുകാർ, സർക്കാരാണ് പേര് കൊടുത്തത്. ജോൺ ബ്രിട്ടാസ് പറയൂ ഇങ്ങനെ? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ശരിയല്ല സാറേ. നിങ്ങൾക്ക് തന്നെ രാഷ്ട്രീയമായ പല വിഷയങ്ങളിലും CPM നിശബ്ദരാകുമ്പോൾ ജയചന്ദ്രൻ സാറിനെ പോലെ ആൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ അനുഭവം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇതാക്കാം. ഇതുപോലൊരു സ്വർണ്ണ കൊള്ളയ്ക്ക് ന്യായീകരണം ചമയ്ക്കാൻ അങ്ങേപോലെ ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ പത്മകുമാർ എന്ന് പറയുന്നത് പാർട്ടി എന്തുകൊണ്ട് നടപടി എടുക്കില്ല എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ മാത്രം പരിശോധിക്കേണ്ട വിഷയമല്ല അഭിലാഷേ. ഇപ്പൊ പത്മകുമാറിനെ കുറിച്ച് രാഹുൽ ഈശ്വർ നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ട്. ഈ ശബരിമല സമരം നടക്കുന്ന സമയത്ത് ഒരു വശത്ത് പിണറായി വിജയനും സംഘവും പറയുന്നു നവോത്ഥാനം നടക്കണം എന്ന് പറയുന്നു. നവോത്ഥാനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുമ്പോൾ സമരക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ആളാ. രണ്ട് ഭാഗത്തും ഇവരുണ്ട്. ഇത് ഡബിൾ റോളാണ്. പത്മകുമാർ ഇവരുമായി നിരന്തരം സംഘപരിവാർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് നിരന്തര കമ്മ്യൂണിക്കേഷനുള്ള ആളാണ്. അദ്ദേഹത്തോടൊന്നൊരു ചോദ്യം ചോദിച്ചു, താങ്കളുടെ വീട്ടിൽ നിന്ന് ഭാര്യയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ പോകില്ല എന്ന് പറഞ്ഞ ആളാ. അപ്പോൾ പല രഹസ്യങ്ങളുടെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ച ആളാണ് എൻ്റെ പത്മകുമാറിനെ ഒറ്റയ്ക്ക് പുറത്താക്കി ഇവർക്ക് ഈ കാര്യത്തിൽ കൈയൊഴിയാൻ സാധ്യമല്ല. ഇതിനകത്ത് പത്മകുമാർ മാത്രം അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങളല്ലാന്നേ. ഇത് കൃത്യമായി പത്മകുമാർ അദ്ദേഹത്തിൻ്റെ റോൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെ
നമ്മൾ ഇതിനെ വിചാരണ ചെയ്യേണ്ടത് ഈ സ്വർണ്ണക്കൊള്ളയുമായി മാത്രം കണക്ട് ചെയ്തുകൊണ്ടല്ല അഭിലാഷേ. ഈ ശബരിമല വിശ്വാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ ഇരട്ടത്താപ്പുകളുടെ ഒരു നൈരന്തര്യമുണ്ട്. ഒരു വശത്ത് നവോത്ഥാനാണെന്ന് പറയുക, മറുവശത്ത് ഈ പറയുന്ന സമരക്കാരുമായി സംസാരിക്കുകയും അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. രണ്ടു കൂട്ടരെയും വഞ്ചിക്കുകയായിരുന്നു ഇവരെന്ത് നവോത്ഥാനമാണ് നടത്തിയത്? നവോത്ഥാനത്തിന് ശേഷം നവോത്ഥാന സമിതി ഉണ്ടാക്കി. ആ നവോത്ഥാന സമിതിയിൽ ആരൊക്കെ വന്നത്? ഈ സംഘപരിവാറിന്റെ പ്രതിനിധികളായിരുന്ന ബാബർ ഞാൻ അതിഥികളിലേക്ക് ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ TK രാജഗോപാൽ, ഈ വിഷയം എങ്ങനെ കേരളത്തിലും മധ്യ തിരുവിതാംകൂറിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം? പലവട്ടം ഈ സമീപകാലത്തൊക്കെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഔട്ട്കം വ്യത്യസ്തമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പരമാവധി കത്തിക്കാൻ UDFും BJPയും പരിശ്രമിച്ചെങ്കിലും അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കോന്നി അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും, കോന്നി വട്ടിയൂർക്കാവ് പോലെയുള്ള മണ്ഡലങ്ങളിലും റിഫ്ലക്ട് ചെയ്തില്ല. ഏത് തരത്തിൽ ഇതൊരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് വിചാരിക്കാം? ചോദ്യത്തിന് ഉത്തരം പറയാം അഭിലാഷ്. അതിനു മുമ്പ് ജയേന്ദ്രൻ സാർ പറഞ്ഞ ഒരു കാര്യം, അതെനിക്ക് തോന്നുന്നത് ഈ സ്വർണം, ചെമ്പ്, അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പിന്നെ മഹസർ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സാർ, അതിനകത്ത് സംശയിക്കാനൊന്നുമില്ല. അത് സ്വർണം തന്നെയായിരുന്നു, 24 കാരറ്റ് തനി തങ്കം തന്നെയായിരുന്നു. അത് അക്കാലത്ത് അവിടെ അടുത്ത് പരിചയപ്പെട്ട ഒരാളെന്നുള്ള നിലയിലാണ് ഞാനത് പറയുന്നത്. ശ്രീ വിജയ് മല്യ ഈ ശബരിമലയിൽ ഇത് പിന്നെ സ്വർണം പൊതിഞ്ഞ ശേഷം വിജയ് മല്യ 98 ഒടുവിലോ മറ്റോ അതോ 99 ആദ്യമോ മറ്റോ അവിടെ വന്നിരുന്നു, തിരുവനന്തപുരത്ത് വന്നിരുന്നു. വന്ന സമയത്ത് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അവിടെ പത്രസമ്മേളനം മാധ്യമപ്രവർത്തകരെല്ലാം വിളിച്ചു കൂട്ടി. അത് എനിക്ക് തോന്നുന്നത് പ്രസ് ക്ലബ്ബിലാണോ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണോന്നോ എനിക്കൊരു ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അതിനുശേഷം എല്ലാ പത്രങ്ങളും ഇതിൻ്റെ വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടത് പറയുന്നുണ്ട്, എവിടെയൊക്കെയാണ് ഇത് സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്, എത്ര കിലോ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മഹസറുമുണ്ട്, ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇതിൻ്റെ മഹസറുണ്ട്, എത്ര കിലോ എവിടെയൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംശയിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. കാരണം അത് വളരെ കൃത്യമാണ് രേഖകൾ. പിന്നെ ഈ രേഖകളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഇപ്പോൾ SIT സന്നിധാനത്തു നിന്നും എന്തൊക്കെ കുറച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്നും ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് അവരെടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് കൃത്യമാണ്, അതിനകത്ത് സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവരൊക്കെ എഴുതി വെച്ചത് എന്താണെന്നുള്ളത് അവരുടെ താല്പര്യങ്ങൾ പ്രകാരമാണ്. സൂചിപ്പിച്ചതുപോലെ പോറ്റി ഒരുപാട് പേരെ കൊണ്ട് കുടുക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വലിയ വിഷയമായിട്ട് വന്നത്. അഭിലാഷ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ ആദ്യത്തെ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആ സമരവും പിന്നെ യുവതികളെ അവിടെ പ്രവേശിപ്പിക്കുകയും അത് പിന്നെ ഹിന്ദു സംഘടന RSS, BJP, മറ്റ് ഹൈന്ദവ സംഘടനകളിൽ അതിനെ ശക്തമായിട്ട് എതിർക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് പ്രക്ഷോഭത്തിൻ്റെ ഒരു തലത്തിലേക്ക് പോയി ശബരിമലയിൽ ആർക്കും പോകാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് അത് സൃഷ്ടിക്കപ്പെട്ടു. അതായത് പറഞ്ഞില്ലേ, ജീവനിൽ കൊതിയുള്ള ആരും അക്കാലത്ത് ശബരിമലയിൽ പോകില്ല എന്നൊരു ഭയമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിപ്പോയി. പക്ഷേ കോൺഗ്രസ് അക്കാര്യത്തിൽ വളരെ ബുദ്ധിപരമായ നിലപാട് തന്നെയാണ് എടുത്തത്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പ്രക്ഷോഭത്തിനൊന്നും മുമ്പിൽ നിന്നില്ല. അതുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെയാണല്ലോ ഇപ്പോഴും എല്ലാ കോടതിയിലും കേസുകളും മറ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നീട് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വിശ്വാസികളായ ആളുകൾ തീർച്ചയായിട്ടും ഇവർക്കാണ് പിന്നെ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഒരു സർവാധിപത്യത്തോടു കൂടി 19 സീറ്റുകളിലോ മറ്റോ ആണല്ലോ ജയിച്ച് കയറി ഒക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം BJP പരസ്യമായിട്ട് വരുന്നില്ല. BJP ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ ഒരു വലിയ സമരത്തിന് പിന്നെ പണ്ട് ഉണ്ടായിരുന്ന കാലത്തെ പോലുള്ള ഒരു സമരത്തിന് BJP തയ്യാറാകുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അവരെ മുൻകാല അനുഭവങ്ങളും കേസുകളും ഒക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ആവശ്യമായ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ചെയ്യാവുന്ന പ്രചരണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് രണ്ട് കൂട്ടരും തുല്യമായ രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ വരും നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ചില വലിയ മഹാമൗനങ്ങൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പുലർത്തുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം മുഖ്യമന്ത്രിയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഒരു ആരോപണം കണ്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട അഭിപ്രായം വരേണ്ടത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. അദ്ദേഹം ഒന്നും പറയുന്നില്ല. അതുപോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹവും പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പിന്നെ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പിന്നെ കടന്നുള്ള അഭിപ്രായങ്ങളിലേക്കൊന്നും വരുന്നില്ല. സുരേന്ദ്രൻ ഉണ്ടായിരുന്ന കാലത്തെ പോലെ അന്നത്തെ സുരേന്ദ്രൻ്റെ പ്രസ്താവന പോലെയുള്ള പ്രസ്താവനകളൊന്നും വരുന്നില്ല എന്ന് ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടെ വിലയിരുത്തണം. കേസ് ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ഒരു വർഷം ചർച്ച ചെയ്താലും ഇത് തീരാൻ പോകുന്നില്ല. കാരണം അത്രയേറെ വലിയ വ്യാപ്തിയുണ്ട് ഈ കേസിന്. ഈ സ്വർണ്ണ വിഷയം, കട്ടള, പിന്നെ ദ്വാരപാല ശില്പം, ഇതിലൊന്നും കൊണ്ട് ഇത് തീരാൻ പോകുന്നില്ല. ഇത്
നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ഇന്ന് ജയകുമാർ സാർ പറഞ്ഞത് കേട്ടില്ലേ? ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടെന്ന് ശബരിമലയിലെ അന്നദാനം അവിടുത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു സാധനമാണ് അന്നദാനം എന്ന് പറയുന്നത്. അതിലടക്കം വ്യാപകമായ അന്വേഷണങ്ങൾ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കൊള്ളക്കാർ ഇത് മാത്രമല്ല, വഴിപാടുകളിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, പിന്നെ നമ്മളൊരു കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ. പിണറായി വിജയൻ ഭരിക്കുമ്പോഴൊക്കെ ഈ വിഷയം പല രൂപത്തിൽ, നേരത്തെ യുവതീ പ്രവേശനത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ രൂപത്തിൽ വരുന്നു. വിശ്വാസികൾ എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തർ തീരുമാനിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയമായി ഈ വിഷയം LDF-ന് ദുഷ്കരമാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? അങ്ങനെയല്ല, ഞാൻ പെട്ടെന്ന് ഏറ്റവും ഷുവർ സീറ്റിൽ പോലും പ്രദേശത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്, ഏറ്റവും ഷുവർ സീറ്റ് ആയിട്ടുള്ള വാർഡിൽ പോലും 50-50 ആണ് ചാൻസ് എന്ന് കരുതുന്നത്. ഏറ്റവും ഷുവർ സീറ്റിൽ പോലും ഇപ്പോ പിന്നെ അങ്ങനെ അവിടുന്ന് വേണം 55-ലേക്കോ 60-ലേക്കോ വന്ന് ജയിക്കാനായിട്ട്. അപ്പൊ അത്രയും ഷോർട്ട് സീറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. അത്രയും ടൈറ്റ് ഫൈറ്റ് ആണ്. അതിലും താഴെയാണ് ഷോർട്ട് സീറ്റ് ഇല്ലാത്ത മറ്റു വാർഡുകളിലുള്ളത്. 40%-30% വിജയ സാധ്യതയുള്ളത്. അവിടെയും ഡെയിലി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പരമമായ യാഥാർത്ഥ്യമാണ് അഭിലാഷ്. അത് അക്കാര്യത്തിൽ LDF എല്ലാ ദിവസവും വീട് കയറി ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുമുണ്ട് പോസിറ്റീവായിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും സമയമുണ്ടല്ലോ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുകയാണ്. നമസ്കാരം.